കർഷക മനസ്സുകളിൽ പ്രതീക്ഷയുടെ വിത്തുപാകി വീണ്ടും ഒരു തിരുവാതിര ഞാറ്റുവേലക്കാലം എത്തിക്കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പാടശേഖരങ്ങൾ കൈയടക്കുമ്പോൾ വറ്റിവരളുന്ന തോടുകളും തോറ്റുപോകുന്ന കർഷക മനസ്സുകളുമാണ് ഇന്ന് നാട്ടിൻപുറങ്ങളിലെ കാഴ്ച. എന്നാൽ കാർഷിക കലണ്ടറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഞാറ്റുവേലക്കാലത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കൂവപ്പടിയിലെ 77-കാരിയായ ദേവുഅമ്മ. പ്രായം തളർത്താത്ത ആ പഴയ ഞാറുനടൽ താരത്തിന്റെ കൃഷി ഓർമ്മകളിലേക്ക്. പഴയ തലമുറയിലെ കർഷകർക്ക് മാത്രം അറിയാവുന്ന തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ തുടക്കമായി. ഇനിയുള്ള 2 ആഴ്ചക്കാലം ഗ്രാമീണ കർഷകർക്ക് കൃഷിപ്പണിയുടെ തിരക്കിന്റെ നാളുകളാണ്. എന്നാൽ ഇന്ന് കാർഷിക കലണ്ടറുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി ഞാറ്റുവേലകൾ മാറിക്കഴിഞ്ഞു. മെയ് ജൂൺ മാസങ്ങളിൽ പെയ്തിറങ്ങുന്ന തണുത്ത മഴ ഇന്ന് വീഴുന്നത് പച്ചപുതച്ച നെൽപ്പാടങ്ങളിലേക്കല്ല, പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വിഴുങ്ങിയ തരിശുഭൂമികളിലേക്കാണ്. നെൽകൃഷി നിലച്ചതോടെ നാട്ടിൻപുറങ്ങളിലെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളാണ് ഇന്ന് കാട് മൂടിക്കിടക്കുന്നത്. ഈ ശൂന്യതയ്ക്കിടയിലും പ്രായം തളർത്താത്ത വീര്യവുമായി കൃഷിയെ നെഞ്ചിലേറ്റുന്ന ചിലരുണ്ട്. കൂവപ്പടി പഞ്ചായത്തിലെ മദ്രാസ് കവല നരിമറ്റത്തെ ദേവു എന്ന 77-കാരി അതിലൊരാളാണ്. 7ാം വയസ്സിൽ പാടത്തിറങ്ങിയതാണ് ഈ അമ്മ. ഒരു കാലത്ത് ഞാറുനടലിലെ നാട്ടിലെ ഏറ്റവും വേഗതയേറിയ താരമായിരുന്നു ഈ അമ്മ. തിരുവാതിര 14-ൽ തിരിമുറിയാതെ മഴ പെയ്യണമെന്നാണ് പ്രമാണം. തിരുവാതിര ഞാറ്റുവേലയുടെ 14 ദിവസവും നല്ലതുപോലെ മഴ കിട്ടിയാൽ ആ വർഷത്തെ കൃഷി മുഴുവൻ ഉഷാറാകുമെന്നാണ് പഴയകാല കർഷകരുടെ വിശ്വാസം. 7 വയസ്സിൽ തുടങ്ങി ഞാൻ കൃഷിപ്പണി ഒറിജിനലായിട്ട് എടുക്കുന്നതാണ്. ഇവിടെ തന്നെ കൂപ്പിടിക്ക് കല്യാണം കഴിച്ച് എൻ്റെ വീട് താന്നിപ്പടിക്കാണ്. അപ്പം അതിന് ശേഷം ഈ കൃഷിപ്പണിയാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടുകളിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് വീട്ടുകളിൽ ഇങ്ങനെ ഞാറ് നടാനും പറിക്കാനും പുല്ല് കളയെടുക്കാനൊക്കെ. അപ്പം അതിൻ്റെ ചവറ് ചാണം എല്ലുപൊടി ഉള്ള വളങ്ങളൊക്കെ ചെയ്ത് ഞാറ് നടാൻ പോണു. ഞാറ് നട്ട് ചിലപ്പോൾ 8 ആളോ 9 ആളൊക്കെ ഉണ്ടാവും. ഒരു പറിക്ക് നിലത്ത് ഒരു പെണ്ണാണ് നടന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-15 പേരടങ്ങുന്ന സംഘമായി പാടത്ത് പാട്ടുപാടി ഞാറുനട്ടിരുന്ന ആ പഴയ നല്ല കാലം ദേവുഅമ്മ ഇന്നും ഏറെ സന്തോഷത്തോടെ ഓർത്തെടുക്കുന്നു. എന്നാൽ ഇന്ന് പാടങ്ങളിൽ കൃഷിയില്ലാതായതോടെ ഉപജീവനത്തിനായി തൊഴിലുറപ്പ് ജോലികൾക്കും മറ്റു കൂലിപ്പണികൾക്കും പോകുകയാണ് ഈ 77-കാരി. ഇവിടെ കൃഷിയെ പറ്റി ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ ഞാറ് നടാനും ഒക്കെ പോയി ഞങ്ങൾക്ക് നെല്ലൊക്കെ കിട്ടുന്നതാണ്, കാശും കിട്ടുന്നതാണ്. അപ്പം അതിനെപ്പറ്റി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, നമുക്ക് നടാൻ ഇപ്പോഴും അമ്മയ്ക്ക് താല്പര്യമുണ്ട് മക്കളെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും താല്പര്യക്കുറവൊന്നും കാര്യം പറയാം. കാലാവസ്ഥ വ്യതിയാനവും പുതിയ തലമുറയുടെ വിമുഖതയും കാരണം നമ്മുടെ കാർഷിക സംസ്കാരം ഇന്ന് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കൈകളിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. നെൽപ്പാടങ്ങളില്ലാതായതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും തോടുകളും കിണറുകളും വറ്റിവരളുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നഷ്ടപ്പെട്ടുപോയ ആ പഴയ നല്ല നാളുകളെ പ്രത്യാശയോടെ തിരികെ പിടിക്കാൻ നമുക്കാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.